ഹലോ ഗൈസ്, എന്തായി? സൺഡേ ഒക്കെ ആയതുകൊണ്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നേ. അപ്പോഴാണ് നമ്മുടെ ഓഫീസിലെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വിളിച്ചിട്ട് നോർത്ത് പറവൂർ വരാൻ പറഞ്ഞു. അത് ഈ ചേട്ടൻ്റെ വീട്ടിൽ പോകാനാണ്. അപ്പോൾ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ നോർത്ത് പറവൂർ. ഇവരുടെ വീടിരിക്കണം ഒരു ഉള്ളിലേക്ക് കയറിയാണ് കേട്ടോ. വരാപ്പുഴയൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് പോകണം. അപ്പോൾ നമ്മൾ വെറുതെ അവിടെ പോയതാണ്. ഇവിടെ പുതിയൊരു ഷോറൂം തുടങ്ങില്ലേ, അപ്പോൾ അതിൻ്റെ ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ നോർത്ത് പറവൂർ എത്തിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശരണ്യ ചേച്ചിയുടെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ. അപ്പോൾ പുള്ളിക്കാരി ചെമ്മീൻ ഫ്രൈ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കോട്ടപ്പുറം ഫോർട്ട് അങ്ങനെ ഒരു സ്ഥലത്താണ് ഇത് എത്തിയേക്കണം. മുസിരീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫോർട്ടാണ് ഇത്. പഴയ കാലത്തെയാണ്. ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ സ്ഥലത്തൊക്കെ എത്താൻ പറ്റുമെന്നൊക്കെ പറയാറുണ്ട്. അത് ഇപ്പം അത് അടച്ചിരിക്കണതാണ്. അങ്ങനെ നമ്മൾ അവിടെ ഫുൾ നോക്കി നേരെ അപ്പുറം പോയപ്പോൾ അവിടെ ഇവിടെ തന്നെ മരിച്ചൊരു പഴയ ഒരാളുടെ അസ്ഥിക്കൂടമൊക്കെ കണ്ടിട്ടാണ്. അങ്ങനെ അവിടെ കുറേ നേരം ചിലവഴിച്ച് അവിടുത്തെ കുറേ ഹിസ്റ്ററിയൊക്കെ വായിച്ച് ഈ ബ്രൗൺ ഷർട്ടിട്ടൊക്കെ ചേട്ടൻ്റെ പേര് ആദർശ് എന്നാണ്. പുള്ളി ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. അപ്പോൾ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. അവിടെ തിരുവിതാംകൂർ കൊച്ചി എന്നും പറഞ്ഞ് 2 സ്പ്ലിറ്റ് ചെയ്തേക്കണ ഒരു കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ നമ്മൾ അഴീക്കൽ ബീച്ചിൽ പോയി. അവിടെ നിന്ന് കുറച്ച് അടുത്താണ്. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ ഈ വണ്ടി കണ്ടതും ആ വണ്ടി അങ്ങ് ഓടിക്കാമെന്ന് വിചാരിച്ച്. 100 രൂപയുണ്ട് ഒരു റൗണ്ട് എടുക്കാൻ. ചെറിയ റൗണ്ടുള്ളൂ. ആ ചുറ്റി അങ്ങ് പെട്ടെന്ന് ഇങ്ങ് എത്തും കേട്ടോ. അപ്പോൾ 100 രൂപയാണ് റൗണ്ടിന്. വണ്ടി കുഴപ്പമില്ല, പക്ഷേ സ്പീഡിൽ പോകാൻ പറ്റില്ല. അവർ ലോക്ക് ചെയ്ത് വെച്ചേക്കണേ സ്പീഡ്. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിൽ ചെന്ന് ഫുൾ ബീച്ചിൽ കുളിയായിരുന്നു. അങ്ങനെ അവസാനം വണ്ടിയുടെ താക്കോലും പോയി. ഫുൾ ഡേ ശോകമായിരുന്നു. പിന്നെ ആ ചേട്ടൻ്റെ വണ്ടിയുടെ താക്കോൽ വെച്ച് ഓൺ ചെയ്ത് എങ്ങനെയോ വീട്ടിലെത്തി. അപ്പോൾ ശരി.